ഒരു പ്ലാന്റ് സെല്ലർ എന്ന നിലയ്ക്ക് ഇതിലും വലിയ സന്തോഷം മറ്റെന്താണ്? കസ്റ്റമറുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടിയ ശേഷം അൺബോക്സ് ചെയ്ത സമയത്തുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ ഇട്ട് തരുമ്പോൾ അവർ ഹാപ്പിയാണെന്നറിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകും. അതുപോലെ തന്നെ അവ നട്ട് വളർത്തി പൂക്കളായ ശേഷമുള്ള ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. പുതുതായി പ്ലാന്റ്സ് വാങ്ങിക്കുന്ന ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കസ്റ്റമർ റിവ്യൂ ഒന്ന് കാണിക്കുമോ, പാക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. നമ്മൾ പാക്ക് ചെയ്യുന്ന ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, ലാസ്റ്റ് ആ ബോക്സ് ഒട്ടിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഹാർഡ് ബോർഡ് ബോക്സിൽ സേഫായിട്ടാണ് നിങ്ങളുടെ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. മാത്രമല്ല നിങ്ങൾ തരുന്ന അഡ്രസ്സുകൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് അഡ്രസ്സിലൊന്നും യാതൊരു ചേഞ്ചസും വരാറില്ല കേട്ടോ. ഇതൊക്കെ പ്ലാൻസ് കിട്ടിയ ശേഷം നമ്മുടെ കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന ഫോട്ടോസാണ്. അതിൽ ചിലത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നല്ല രീതിയിൽ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണുമ്പോൾ ഉടൻ തന്നെ ആ വീഡിയോയ്ക്കും ആ പ്ലാൻസിനും വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിൽ അഡീനിയം കോംബോ വാങ്ങിയിട്ട് ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കമേലിയയുടെ വലിയ പ്ലാന്റ്സ് അവർ പ്രതീക്ഷിച്ചതിലും നല്ല പ്ലാന്റ് ആയിരുന്നു, വലിയ പ്ലാന്റ് ആയിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു റിവ്യൂ കാണുമ്പോൾ നമ്മളും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ചിലർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് ഇത്ര കൊറിയർ ചാർജ് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ പാക്കിംഗ് കാണുമ്പോൾ അറിയാലോ, നമ്മൾ ഒരുപാട് മണ്ണ് ഒഴിവാക്കിയിട്ടല്ല പ്ലാന്റ്സുകൾ അയക്കുന്നത്. അല്പം മണ്ണ് മാത്രം റിമൂവ് ചെയ്തിട്ട് ആ കവറോട് കൂടി തന്നെയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇത് ചെറിയ ട്രേ പ്ലാന്റ് വാങ്ങിയിട്ട് മാൻഡിവില്ല വിരിഞ്ഞതിൻ്റെയാണ്. അഗ്ലോണിമയുടെ ഒരു അടിപൊളി കോംബോ ഓഫർ ഇട്ടിരുന്നു, അതൊക്കെ പോട്ടോട് കൂടി അയച്ചിട്ട് കസ്റ്റമേഴ്സൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ചില കസ്റ്റമേഴ്സ് പിന്നെ ഏത് രീതിയിൽ പ്ലാന്റ്സ് കിട്ടിയാലും അവരതിലൊരു തൃപ്തരല്ലാത്ത പോലെ സംസാരിക്കുന്നതായിട്ട് കാണാറുണ്ട്. എങ്കിലും അതൊന്നും നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാത്തത് ഇതുപോലത്തെ റിവ്യൂസ് കാണുമ്പോഴും അതുപോലെ പ്ലാൻസ് കിട്ടിയിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴും നമുക്ക് ബാക്കി എല്ലാ നെഗറ്റീവ് കമൻസും അതിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ കസ്റ്റമേഴ്സ് ഇതിന് താഴെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്ലാൻസുകളുടെ ആ ഒരു റിവ്യൂ കമൻ്റായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണല്ലോ പ്ലാൻസുകൾ അയക്കുന്നത്. അപ്പോൾ 100% സേഫായിട്ട് എല്ലാവർക്കും കിട്ടും നമ്മൾ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല. എങ്കിലും മാക്സിമം കെയർ ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ചെറിയ അശ്രദ്ധകൾ കാരണമൊക്കെ ചില സെൻസിറ്റീവ് പ്ലാന്റ്സിനൊക്കെ ചെറിയ പൊട്ടലുകളൊക്കെ സംഭവിക്കാറുണ്ട്. എങ്കിലും അങ്ങനെ തീരെ ഡാമേജ് ആയ പ്ലാന്റ്സുകളാണെങ്കിൽ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന കൂടെ അവ നമ്മൾ വീണ്ടും അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പ്ലാന്റ്സ് പിന്നീട് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് റിവ്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് വെച്ചിട്ട് തരികയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ചിലരൊക്കെ പ്ലാന്റ് കിട്ടി ഒരാഴ്ച കഴിഞ്ഞ ശേഷം പറയാറുണ്ട്, നിങ്ങളടുത്ത് പ്ലാന്റ് വാങ്ങിയിട്ട് അത് കേടായിപ്പോയി, മോശമായിപ്പോയി, കിട്ടിയപ്പോൾ തന്നെ വാടിയിട്ടായിരുന്നു എന്നൊക്കെ. അത് നമുക്ക് ഇപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സറിക്കാർ തിരിച്ച് തരാറുണ്ടോ? അതുപോലെ തന്നെയാണ് ഒരു സെല്ലർ എന്ന നിലയ്ക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റിവ്യൂ എന്താണോ അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പരിചരണക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ ആ ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചത് കൊണ്ടൊക്കെ ഡാമേജ് ആയതാണെങ്കിൽ നമുക്കൊരിക്കലും അത് റീഫണ്ട് ചെയ്ത് കൊടുക്കാനോ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനോ ആയിട്ട് സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, കവറിൽ ഒന്നുകൂടെ പേപ്പർ റോള് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്തിട്ട് മണ്ണ് പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആ പാക്കിങ്ങിൽ ഉള്ളിൽ കാണുന്ന ആ ഒരു പോട്ടി മിക്സ് ഒരിക്കലും നിങ്ങൾ റിമൂവ് ചെയ്ത് കളയരുത്. ഈ പേപ്പർ ഒഴിവാക്കി ആ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ട് അതേപടി തന്നെ റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കിതുപോലെ കവറിൽ കിട്ടുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ പെട്ടെന്ന് റീപോർട്ട് ചെയ്യണമെന്നില്ല. ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളമൊക്കെ ആ കവറിൽ തന്നെ കുറച്ചുകൂടെ പോട്ടി മിക്സ് ഇട്ട് ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് പ്ലാന്റ്സ് അവിടുത്തെ കാലാവസ്ഥയോടൊന്ന് യോജിച്ചതിൻ്റെ ശേഷം റീപോർട്ട് ചെയ്താലും മതി. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഓൺലൈനായി വരുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്പം ഫംഗിസൈഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ഗ്രാം മതിയാകും. അത് നിങ്ങൾക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം. അതുപോലെ സാഫ് എന്ന ഫംഗിസൈഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് ആ ഫംഗിസൈഡ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ. നൂറുകണക്കിന് പ്ലാന്റ്സുകൾ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചോളൂ. കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലീഫ് ഗാർഡൻ്റെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങളപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇപ്പോൾ നമ്മളെടുത്ത് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ജമന്തി, ഡാലിയ, അതുപോലെ കലാഞ്ചോ, കമേലിയ, അസേലിയ, അങ്ങനെ ഒരുപാട് കോംബോ ഓഫേഴ്സ് നമ്മളെടുത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള കോംബോസ് അവൈലബിൾ ആണ്. അതുപോലെ ന്യൂ ഇയർ ഓഫറായിട്ട് നമ്മൾ ഒരുപാട് പ്ലാന്റ്സ്, ഒരു 80ഓളം വെറൈറ്റി പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലുള്ള ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഒരുപാട് പുതിയ കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലാന്റ്സ് കിട്ടുമ്പോഴുള്ള ആ മണ്ണ് നിങ്ങൾ ഒരിക്കലും റിമൂവ് ചെയ്ത് കളയരുത്. ആ പോട്ടി മിക്സോട് കൂടെ തന്നെ നിങ്ങൾ റീപോർട്ട് ചെയ്താൽ മതി. അത് കട്ടയായിരിക്കുന്നത് നമ്മളിതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുന്നതുകൊണ്ടാണ്. അത് പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ച് നനവൊക്കെ തട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് ലൂസായിക്കോളും. അതല്ലാതെ ഒരിക്കലും അത് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് ആ മണ്ണ് കളയുകയോ അത് ഇളക്കി കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.